നേമത്ത് രാഹുൽ ഈശ്വറും വൈക്കത്ത് സണ്ണി കവിക്കാടുമുള്ളൊരു മുന്നണി എന്ന് പറഞ്ഞാൽ ഞാനതിനെക്കുറിച്ചൊരു വിസ്മയ മുന്നണി, അതാണ് യഥാർത്ഥത്തിലുള്ള റെയിൻബോ അലയൻസ് എന്ന് പറയുന്നത് എന്നാണ്. ഞാനൊരു ബ്രാഹ്മിൻ ആക്ടിവിസ്റ്റാണെന്ന് പറയുന്ന ഹിന്ദു വലതുപക്ഷ ഹിന്ദു ആക്ടിവിസ്റ്റാണ്, സവർണ ആക്ടിവിസ്റ്റാണ് എന്ന് പറയുന്ന രാഹുൽ ഈശ്വറും ഒരു ദലിത് ഇൻ്റലക്ച്വൽ, കേരളം കണ്ട ഏറ്റവും ശ്രദ്ധേയനായ ദലിത് ഇൻ്റലക്ച്വലായ സണ്ണി കവിക്കാടും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുന്നണി, അതാണ് ഈ പറഞ്ഞ സാമൂഹിക മുന്നണി അല്ല റെയിൻബോ അലയൻസ് എന്ന് പറയുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യത കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രസക്തി തന്നെ അതാണ്. ഇന്ത്യയിൽ എന്താണ് കോൺഗ്രസിൻ്റെ USP എന്ന് വെച്ചാൽ, കോൺഗ്രസ്സിന് സാധ്യമാകുന്ന ഘടകം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെയും ഇന്ത്യയുടെ കരുത്തിനെയും ഇന്ത്യയുടെ ദൗർബല്യങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു അവിയൽ രാഷ്ട്രീയം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ കോൺഗ്രസീയത എന്ന് പറയുന്നത്. അല്ലാതെ വേറെ നിലയ്ക്ക് ഒരു ഐഡിയോളജിക്കലി ടൈറ്റായിട്ടുള്ള ഒരു സംഘമല്ല. ഇന്ത്യൻ ഡിവേഴ്സിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇന്ത്യൻ വൈവിധ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ളതാണ്. അതാണ് ഇന്ത്യൻ ദേശീയത. ആ ഇന്ത്യൻ ദേശീയത റെപ്രസെൻ്റ് ചെയ്യുന്നൊരു പാർട്ടി. പക്ഷെ അത് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല പല സന്ദർഭങ്ങളിലും. പലപ്പോഴും ഈ പറഞ്ഞ സവർണ ഒളിഗാർക്കി എന്ന് പറയുന്ന, അപ്പർ കാസ്റ്റ് ഒളിഗാർക്കി എന്ന് പറയുന്ന അതിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു. അതുകൊണ്ടാണ് രമേഷ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു വൈക്ലഭ്യവും അതിൽ ഒരു തടസ്സവുമില്ല. പക്ഷേ സണ്ണി കവിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ പരിമിതിയാണ് കോൺഗ്രസിനെ ഇന്ത്യയിൽ ദുർബലമാക്കിയത്. ഇന്ത്യയിൽ നോക്കൂ, ഈ പറയുന്ന പുതിയ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സമാജ്വാദി പാർട്ടിയാണെങ്കിലും BSP ആണെങ്കിലും കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കിയ ഉത്തരേന്ത്യയിൽ വന്നിട്ടുള്ള പുതിയ രാഷ്ട്രീയ പാർട്ടികളല്ല. അതെങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളത്? ഈ പറയുന്ന ഇന്ത്യൻ ബഹുസ്വരതയെ എല്ലാം സമാഹരിക്കുന്ന ഒരു ലാർജർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കോൺഗ്രസ് ഈ സവർണ താല്പര്യങ്ങളെ, മുന്നോക്ക താല്പര്യങ്ങളെ, അല്ലെങ്കിൽ ഒരു എലീറ്റ് താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി ആളുകൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഈ നിലക്കുള്ള വലിയ ഇന്ത്യയിലെ ബഹുജനങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസ് പിന്നോക്കം പോയി. കേരളത്തിൽ അത് സംഭവിക്കുന്നു. ദലിതുകളുടെ കാര്യത്തിൽ, ഈഴവരുടെ കാര്യത്തിൽ, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ്സിനത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തെറ്റ് തിരുത്തി ഈ പറയുന്ന ബഹുസ്വരമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന അവസ്ഥയിലേക്ക് വളരാനും മുന്നോട്ട് പോകാനും വികസിക്കുവാനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ആരോഗ്യം തങ്ങൾക്കില്ല എന്ന് കോൺഗ്രസ് തെളിയിച്ച സന്ദർഭമാണിത്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന പിന്നോക്ക കീഴാള രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം അത്ര എളുപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു കാര്യമല്ല. കോൺഗ്രസിൻ്റെ ചുമലിൽ ചാരി നിന്ന്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായത്താൽ, കോൺഗ്രസിൻ്റെ മടിയിലിരുന്ന് എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തങ്ങളുടെ രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. തങ്ങളുടേതായ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും, തങ്ങളുടേതായ അധ്വാനം തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇവർക്ക് ഈ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സണ്ണി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വൈക്കത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്, വൈക്കത്ത് എങ്ങനെയാണ് ഇവൻ സ്ഥാനാർത്ഥിയാകുക എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട്. വൈക്കം മഹാദേവ ക്ഷേത്രം നിൽക്കുന്ന അവിടെ സണ്ണിയെപ്പോലെ ഒരാൾ, ഈ പറയുന്ന സനാതന ഹിന്ദു വിമർശനം നടത്തുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രശ്നമാവും കേട്ടോ എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസ്സിനകത്തുണ്ട്. അപ്പോൾ അത്തരം ഭീഷണികളെ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ ഇച്ഛാപൂർവ്വം നേരിടാനുള്ള ശേഷി കോൺഗ്രസ്സിനില്ല. അതുകൊണ്ട് ആ കോൺഗ്രസ്സിൽ ചാരി നിന്നുകൊണ്ട് ഈ പിന്നോക്ക കീഴാള രാഷ്ട്രീയം വിജയിപ്പിച്ചു കളയാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണെന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും സണ്ണി മാറ്റി നിർത്തപ്പെടും. ഞാൻ പറയാം, സണ്ണിയെ ഉൾക്കൊള്ളാനുള്ള ശേഷി, സണ്ണിയെ ഒപ്പം കൂട്ടാനുള്ള അതിനുള്ള കരുത്ത് കോൺഗ്രസ് ഇനിയും നേടിയിട്ടില്ലെന്നാണ്. അപ്പോൾ അതിൻ്റെ നഷ്ടം കോൺഗ്രസ്സിനുണ്ടാവും. കോൺഗ്രസിൻ്റെ വികാസ സാധ്യതയെ കോൺഗ്രസ് തന്നെ റദ്ദ് ചെയ്യുകയാണ് ചെയ്തത്. ഇനിയുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗ് 2 സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടില്ല, ചെങ്ങന്നൂരും ചേലക്കരയും ഉണ്ട്. ഇതിലൊരു ചരിത്രപരമായ ഒരു മുൻ അനുഭവമുണ്ട്. 1946 അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബോംബെയിൽ നിന്ന് തോൽപ്പിച്ച് കളഞ്ഞു. അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിച്ചത് ആരാണെന്നറിയോ? മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് ബംഗാളിൽ കൊണ്ടുപോയി മത്സരിപ്പിച്ചിട്ടാണ് അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എത്തിക്കുന്നത്. അത് മുസ്ലിം ലീഗിൻ്റെ ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ഒരു വെള്ളി രേഖയാണ്. അംബേദ്കർ ഇന്ത്യൻ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന മുസ്ലിം ലീഗാണ്. സണ്ണിയുടെ കാര്യത്തിൽ ഈ ചരിത്രം വേണമെങ്കിൽ ലീഗിന് ഓർക്കാം.